Welcome to Chakrabani classes 2.0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ പോളിസികളെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ മോഡ്യൂളിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അവർ പറയുന്നുണ്ട് എമിനന്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ എന്ന്. ഇവിടെ നമുക്ക് കുറച്ച് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. നമ്മൾ ഈ പഠിക്കുന്ന സയൻറ്റിസ്റ്റുകളിൽ ചിലർ ഫിസിക്സിലായിരിക്കും പ്രാവീണ്യം തെളിയിച്ചത്, ചിലർ കെമിസ്ട്രി ആയിരിക്കും, ചിലർ ബയോളജിസ്റ്റ് ആയിരിക്കും, ബൊട്ടാണിസ്റ്റ് ആയിരിക്കും. പല പല ഫീൽഡിലുള്ള സയൻസിൽ പ്രധാനപ്പെട്ട കുറച്ച് സയൻറ്റിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പം എമിനന്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ എന്നാണ് ഇവിടുത്തെ നമ്മുടെ ആ ടോപ്പിക്കിലെ ആ പറയുന്ന ഏരിയ. നമുക്ക് പ്രധാനപ്പെട്ട എമിനന്റ് പേഴ്സണാലിറ്റീസ് ആരാണെന്ന് നോക്കാം. കുറച്ചൊരു 10-20ഓളം ആൾക്കാരെ പഠിക്കാനുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ആൾ ആദ്യത്തെ ആളാണ് ശാന്തി സ്വരൂപ് ഫഡ്നഗർ. പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റുകളിൽ ആദ്യത്തെ ആളാണ് ശാന്തി സ്വരൂപ് ഫഡ്നഗർ. നമുക്കെല്ലാം പരിചയമുള്ള ആൾ തന്നെയാണ്. UPSC, SSC എല്ലാം ഇയാളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. PSCയും പ്രീവിയസ് ആയിട്ട് ഇയാളുടെ പേര് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ഇയാള്. ശാന്തി സ്വരൂപ് ഫഡ്നഗർ ഏത് ഫീൽഡിലാണ് കഴിവ് തെളിയിച്ചത് എന്ന് ചോദിച്ചാൽ ഇയാൾ കെമിസ്ട്രി ഫീൽഡ് അല്ലെങ്കിൽ അയാൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അപ്പം ഏത് ഫീൽഡിലാണ് സയൻറ്റിസ്റ്റ് എന്ന് ചോദിച്ചാൽ എമിനന്റ് പേഴ്സൺ ഇൻ ദ ഫീൽഡ് ഓഫ് കെമിസ്ട്രി, രസതന്ത്രത്തിൽ ആണ് വിദഗ്ധ. നമുക്കെല്ലാം അറിയാവുന്നൊരു പോയിന്റ് തന്നെയാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിക്കാറുണ്ട്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ UGC ഫസ്റ്റ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ അതും ശാന്തി സ്വരൂപ് ഫഡ്നഗർ തന്നെയാണ്. ഏത് സബ്ജക്റ്റിലാണ് കഴിവ് തെളിയിച്ചതെന്ന് ചോദിച്ചാൽ ഇസ് എൻ എമിനന്റ് പേഴ്സൺ ഇൻ ദ ഫീൽഡ് ഓഫ് കെമിസ്ട്രി എന്ന് എഴുതുക. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഇയാൾ തന്നെയാണ്. ഇയാൾ ഏത് ഫീൽഡിലാണ് സ്റ്റഡി ചെയ്തതെന്ന് ചോദിച്ചാൽ മാഗ്നെറ്റോ കെമിസ്ട്രി എന്ന് പറയും. എന്താണ് മാഗ്നെറ്റോ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷനിൽ മാഗ്നറ്റിസം കൊണ്ടുവരിക എന്നതാണ് മാഗ്നെറ്റോ കെമിസ്ട്രി. മാഗ്നെറ്റോ കെമിസ്ട്രി എന്ന ഫീൽഡിൽ മികവ് തെളിയിച്ച ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന ശാന്തി സ്വരൂപ് ഫഡ്നഗർ. കെമിസ്ട്രി ഫീൽഡിലാണ് കഴിവ് തെളിയിച്ചത്. UGCയുടെ ആദ്യത്തെ ചെയർമാനാണ് അയാൾ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയ ഫീൽഡാണ് മാഗ്നെറ്റോ കെമിസ്ട്രി. ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇയാളാണ്. ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ശാന്തി സ്വരൂപ് ഫഡ്നഗർ തന്നെയാണ്. കെമിസ്ട്രിയിലാണ് പ്രഗത്ഭൻ. UGCയുടെ ആദ്യത്തെ ചെയർമാനാണ്. അയാൾ ഏറ്റവും എക്സ്പെർട്ടായിട്ട് ഫീൽഡ് മാഗ്നെറ്റോ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ മാഗ്നറ്റിസം കൊണ്ടുവരിക എന്നതായിരുന്നു അയാൾ പഠിച്ച ആ ബ്രാഞ്ച്. ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാലും ശാന്തി സ്വരൂപ് ഫഡ്നഗർ തന്നെയാണ്. അതുപോലെ ആദ്യത്തെ നമ്മുടെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലും ഈ പറയുന്ന ശാന്തി സ്വരൂപ് ഫഡ്നഗർ തന്നെയാണ്. കെമിസ്ട്രിയാണ് പ്രധാനപ്പെട്ട അയാളുടെ ഏരിയ. UGCയുടെ ആദ്യത്തെ ചെയർമാനാണ്. റിസർച്ച് ലബോറട്ടറി ഓഫ് ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയാളാണ്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലും ശാന്തി സ്വരൂപ് ഫഡ്നഗർ തന്നെയാണ്. കെമിസ്ട്രിയാണ് പ്രധാനപ്പെട്ട അയാളുടെ ഏരിയ. UGCയുടെ ആദ്യത്തെ ചെയർമാനാണ്. ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശാന്തി സ്വരൂപ് ഫഡ്നഗർ ആണ്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ചോദിച്ചാൽ ശാന്തി സ്വരൂപ് ഫഡ്നഗർ തന്നെയാണ്. എക്സ്പെർട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് മാഗ്നെറ്റോ കെമിസ്ട്രി എന്നതാണ് ശാന്തി സ്വരൂപ് ഫഡ്നഗറിൻ്റെ ഫീൽഡ്. രണ്ടാമത്തെ ആളിലോട്ട് കയറാം. രണ്ടാമത്തെ ആള് JC ബോസ്.
ഈ പറയുന്നതൊക്കെ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ കാര്യമാണ്, നമ്മൾ വേറെ ഫോണായിട്ടുള്ള ആൾക്കാരുടെ കാര്യം പഠിക്കുന്നില്ല. JC ബോസിൻ്റെ കാര്യത്തിൽ 2 പോയിന്റ് പഠിച്ചു വെക്കുക. ഇയാളൊരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫാദർ ഓഫ് ക്രെസ്കോഗ്രാഫ് എന്ന് പറയും. എന്താണ് ക്രെസ്കോഗ്രാഫ് എന്ന് ചോദിച്ചാൽ ഇയാൾ ഏത് ഫീൽഡിലാണ് മികവ് തെളിയിച്ചതെന്ന് ചോദിച്ചാൽ ഈസ് എ ഫേമസ് ബയോളജിസ്റ്റ് എന്ന് എഴുതണം. ഫേമസ് ബയോളജിസ്റ്റാണ് JC ബോസ്. ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ക്രെസ്കോഗ്രാഫ്. പ്ലാന്റിന്റെ വളർച്ച മെഷർ ചെയ്യുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. മെഷർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ വളർച്ച രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ക്രെസ്കോഗ്രാഫ് എന്ന് എഴുതുക. ക്രെസ്കോഗ്രാഫിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ JC ബോസ് എന്ന് എഴുതുക. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബയോളജിസ്റ്റാണ് JC ബോസ്. ക്രെസ്കോഗ്രാഫിന്റെ ഫാദർ ആരെന്ന് ചോദിച്ചാലും JC ബോസ് തന്നെയാണ്. പ്ലാന്റ്സിന്റെ വളർച്ച മെഷർ ചെയ്യുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. JC ബോസ് ഒരു ഫേമസ് ബയോളജിസ്റ്റ് ആണ്. ക്രെസ്കോഗ്രാഫിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന JC ബോസ് ആണ്. പ്ലാന്റ്സിന്റെ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ഇയാൾക്ക് ഒരു പേര് വിളിക്കാറുണ്ട്, ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ എന്ന് പറയും. ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ. ബംഗാളി സയൻസ് ഫിക്ഷന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ JC ബോസ് തന്നെയാണ്. ഓക്കെ, ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ ആരെന്ന് ചോദിച്ചാൽ JC ബോസ് എന്ന് എഴുതുക. അപ്പൊ JC ബോസ് ഫേമസ് ബയോളജിസ്റ്റ്. അയാളുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ക്രെസ്കോഗ്രാഫ്. പ്ലാന്റ്സിന്റെ വളർച്ച മെഷർ ചെയ്യുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ബംഗാളി സയൻസ് ഫിക്ഷന്റെ പിതാവ്, ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറയുന്ന JC ബോസ് തന്നെയാണ്. ഇസ് എ ഫേമസ് ബയോളജിസ്റ്റ്. ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് JC ബോസ്. പ്ലാന്റ്സിന്റെ വളർച്ച മെഷർ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ക്രെസ്കോഗ്രാഫ്. ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ ആരെന്ന് ചോദിച്ചാൽ JC ബോസ് തന്നെയാണ്. നമ്മുടെ അടുത്ത ആളാണ് സത്യേന്ദ്രനാഥ ബോസ്. അടുത്തത് സത്യേന്ദ്രനാഥ ബോസ് എന്നാണ് സയന്റിസ്റ്റിന്റെ പേര്. ഏത് ഫീൽഡിലാണ് കഴിവ് തെളിയിച്ചതെന്ന് ചോദിച്ചാൽ ഫിസിക്സ് ആണ് ഇയാളുടെ ഫീൽഡ്. അതിൽ തന്നെ ആസ്ട്രോഫിസിക്സ്. നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അറിയാം, പദാർത്ഥത്തിന്റെ അവസ്ഥകൾ അറിയാം. ഇതിൽ 5ാമത്തെ സ്റ്റേറ്റ് ഏതാണെന്നും അറിയാം. പദാർത്ഥത്തിന്റെ 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ, 5th സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന 5ാമത്തെ അവസ്ഥ ഫോർമുലേറ്റ് ചെയ്തത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീനും നമ്മുടെ ഈ സത്യേന്ദ്രനാഥ ബോസും ചേർന്നാണ്. ഓക്കെ, മാറിപ്പോലെ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ഫിസിക്സ് ആയിരുന്നു അയാളുടെ സബ്ജക്റ്റ്. നമ്മുടെ പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയായിട്ടുള്ള ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫോർമുലേറ്റ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥ ബോസും ചേർന്നാണ്. ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന കണമുണ്ട്. ഹിഗ്സ് ബോസോൺ. ഈ ഹിഗ്സ് ബോസോണിനെ പറയുന്ന പേര് ഗോഡ് പാർട്ടിക്കിൾ എന്നാണ്. ദൈവകണം എന്ന് പറയും. ദൈവകണം എന്നറിയപ്പെടുന്ന കണം അല്ലെങ്കിൽ പാർട്ടിക്കിൾ ചോദിച്ചാൽ ഹിഗ്സ് ബോസോൺ എന്ന് എഴുതുക. ഈ ഹിഗ്സ് ബോസോൺ എന്നറിയപ്പെടുന്ന ദൈവകണത്തിന്റെ ഫാദർ ആരെന്ന് ചോദിച്ചാലും സത്യേന്ദ്രനാഥ ബോസ് ആണ്. ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ സത്യേന്ദ്രനാഥ ബോസ്. ഓക്കെ, മാറിപ്പോലെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ഏത് സബ്ജക്റ്റിലാണ് പ്രഗത്ഭൻ എന്ന് ചോദിച്ചാൽ ഫിസിക്സ്. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന അവസ്ഥ ഫോർമുലേറ്റ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥ ബോസും ചേർന്നാണ്. അതുപോലെ ഹിഗ്സ് ബോസോണിന് പറയുന്ന പേര് ഗോഡ് പാർട്ടിക്കിൾ എന്നാണ്. ദൈവഗണം എന്ന് പറയുന്നത് ഹിഗ്സ് ബോസോൺ. ഈ ദൈവഗണം എന്ന് പറയുന്ന ഹിഗ്സ് ബോസോണിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ സത്യേന്ദ്രനാഥ ബോസ് എന്ന് എഴുതുക. ഫിസിക്സിലാണ് മികവ് തെളിയിച്ചത്. 5ാമത്തെ സ്റ്റേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ ബോസിൽ അവിടുത്തെ ബോസ് ആണ് സത്യേന്ദ്രനാഥ ബോസ്. ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഗോഡ് പാർട്ടിക്കിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സത്യേന്ദ്രനാഥ ബോസ് തന്നെയാണ്. അടുത്തത് MOP അയ്യങ്കാർ.
MOP അയ്യങ്കാർ ഏത് ഫീൽഡിൽ മികവ് തെളിയിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ സസ്യശാസ്ത്രമാണ്. അതായത് ഇന്ത്യയിലുള്ള ഫേമസ് ബൊട്ടാണിസ്റ്റ് ആണ് ആള്. സസ്യശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഇയാളുടെ ഫീൽഡ് ചോദിച്ചിട്ടുണ്ട്, ബൊട്ടാണിസ്റ്റ് എന്ന് എഴുതുക. നമ്മുടെ ഇന്ത്യയിലെ ഫേമസ് ബൊട്ടാണിസ്റ്റ് അല്ലെങ്കിൽ സസ്യശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ MOP അയ്യങ്കാർ എന്ന് എഴുതുക. ഫേമസ് ഇന്ത്യൻ ബൊട്ടാണിസ്റ്റ് ആണ് MOP അയ്യങ്കാർ. ഇയാൾ ഏത് ഫീൽഡിൽ എക്സ്പെർട്ട് എന്ന് ചോദിച്ചാൽ ഇയാൾ സ്ട്രക്ചർ ആൻഡ് പ്രൊഡക്ഷൻ, ഒരു ജീവിവിഭാഗത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഏത് ഫീൽഡിലാണ് കൂടുതൽ മികവ് തെളിയിച്ചതെന്ന് ചോദിച്ചാൽ സ്ട്രക്ചർ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആൽഗെ. ആൽഗെ എന്ന് പറയുന്ന ആൽഗകളെ കുറിച്ച്, ആൽഗയുടെ ഏരിയയിൽ മികവ് തെളിയിച്ച വ്യക്തിയാണ് ഫേമസ് ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള MOP അയ്യങ്കാർ. ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ബൊട്ടാണിസ്റ്റ് ആണ് MOP അയ്യങ്കാർ. ആൽഗകൾ എന്ന് പറയുന്ന ഏരിയയിൽ മികവ് തെളിയിച്ച സസ്യശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന MOP അയ്യങ്കാർ. ഇതുകൊണ്ട് തന്നെ ഇയാളെ വിളിക്കുന്ന പേര് ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി എന്നാണ്. ഫൈക്കോളജി എന്താണെന്ന് നമുക്കറിയാം. ആൽഗകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയ്ക്ക് പറയുന്ന പേര് ഫൈക്കോളജി എന്നാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി എന്നൊരു പേര് ഇയാൾക്കുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി. അതുപോലെ ഫാദർ ഓഫ് ആൽഗോളജി ഇൻ ഇന്ത്യ എന്നും ഇയാൾ അറിയപ്പെടും. ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി ആരെന്ന് ചോദിച്ചാലും MOP അയ്യങ്കാർ എന്ന് എഴുതുക. ഫാദർ ഓഫ് ആൽഗോളജി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമ്മുടെ MOP അയ്യങ്കാർ തന്നെയാണ്. ഇന്ത്യയിൽ ഒരു ഫേമസ് ബൊട്ടാണിസ്റ്റ് ആണ് MOP അയ്യങ്കാർ. ആൽഗകളെ കുറിച്ച് പഠിച്ച സസ്യശാസ്ത്രജ്ഞനാണ് MOP അയ്യങ്കാർ. ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി എന്നറിയപ്പെടുന്നതും ഫാദർ ഓഫ് ആൽഗോളജി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതും അയ്യങ്കാറാണ്. ബൊട്ടാണിസ്റ്റ് ആണ്. ആൽഗകളെ കുറിച്ച് പഠിച്ച ഫേമസ് ബൊട്ടാണിസ്റ്റ് ആണ് അയ്യങ്കാർ. ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി എന്നറിയപ്പെടുന്നതും ഫാദർ ഓഫ് ആൽഗോളജി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതും MOP അയ്യങ്കാർ തന്നെയാണ്. അടുത്ത നമ്മുടെ സയന്റിസ്റ്റ് ആണ് പ്രഫുല്ല ചന്ദ്ര റേ. പ്രഫുല്ല ചന്ദ്ര റേ ഏത് ഫീൽഡാണെന്ന് നമുക്കറിയാം, കെമിസ്ട്രി ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടും. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു കെമിക്കൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് ഇയാളാണ്. ഫസ്റ്റ് കെമിക്കൽ ഫാക്ടറിയുടെ പേര് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നായിരുന്നു. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. 1901 സ്റ്റാർട്ട് ചെയ്തത്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നതാണ് പ്രഫുല്ല ചന്ദ്ര റേ. ആദ്യമായിട്ടൊരു കെമിക്കൽ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തത് ഇയാളാണ്. അതുപോലെ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് കെമിക്കൽ ഫാക്ടറി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1901. നമ്മൾ ചീപ്പ് റേറ്റിൽ കെമിക്കൽസ് ഒക്കെ അവൈലബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ 2 പോയിന്റ് പഠിച്ചാൽ മതി. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി ആണ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ കെമിക്കൽ ഫാക്ടറിയാണ് ഇത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1901 പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അടുത്ത എമിനന്റ് പേഴ്സണാലിറ്റിയാണ് രാജ രാമണ്ണ. ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത് രാജ രാമണ്ണയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്. ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത് രാജ രാമണ്ണ.
ഇവിടെ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണം നടന്നത് 1974 മെയ് 18 ആദ്യത്തെ അണുപരീക്ഷണം നടന്നത് രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. മാറിപ്പോലെ ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബാണ് രാജാ രാമണ്ണ. നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ ആറ്റം ബോംബ് പരീക്ഷണം നടന്നത് ആറ്റം ബോംബ് എക്സ്പെരിമെന്റ് നടന്നത് 74 മെയ് 18 നടന്ന സ്ഥലം രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത്. നമ്മുടെ ദൗത്യത്തിന്റെ രഹസ്യനാമം ബുദ്ധ സ്മൈലിംഗ് എന്നായിരുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു നമ്മുടെ ദൗത്യത്തിന്റെ രഹസ്യനാമം. ബുദ്ധ സ്മൈലിംഗ് എന്നായിരുന്നു രഹസ്യനാമം നമ്മുടെ ദൗത്യത്തിന്റെ. ഈ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണത്തിന്റെ ഹെഡ് അല്ലെങ്കിൽ തലവനായി പ്രവർത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ രാജാ രാമണ്ണ എന്നെഴുതുക. ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത് രാജാ രാമണ്ണയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം 1974 മെയ് 18 രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ആറ്റം ബോംബ് പരീക്ഷണമാണ്. ഇതിൻ്റെ രഹസ്യനാമം ബുദ്ധ സ്മൈലിംഗ് അല്ലെങ്കിൽ ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. ഈ ബുദ്ധ സ്മൈലിംഗ് അല്ലെങ്കിൽ ബുദ്ധൻ ചിരിക്കുന്നു എന്ന ദൗത്യം നമ്മുടെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണത്തിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ രാജാ രാമണ്ണ എന്നെഴുതുക. പ്രഫുല്ല ചന്ദ്ര റേ, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ആദ്യത്തെ കെമിക്കൽ ഫാക്ടറി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇയാളാണ്. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പേര്. രാജാ രാമണ്ണ ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബാണ്. നമ്മുടെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം നടന്നത് 1974 മെയ് 18 നമ്മുടെ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധ സ്മൈലിംഗ് എന്നായിരുന്നു. ഈ ബുദ്ധ സ്മൈലിംഗ് എന്ന് പറയുന്ന ആറ്റം ബോംബ് പരീക്ഷണത്തിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ രാജാ രാമണ്ണ എന്നെഴുതുക. നമ്മുടെ അടുത്ത ആളാണ് ഹോമി ജെ ഭാവ. ഹോമി ജെ ഭാവയുടെ പൂർണ്ണ പേര് ഹോമി ജഹാംഗീർ ഭാവ എന്നാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്, ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടും. ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്, ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാവയാണ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ന്യൂക്ലിയർ ഫിസിക്സ് അല്ല, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്, ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹോമി ജെ ഭാവ എന്നെഴുതുക. നമ്മുടെ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായ വർഷം, അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായ വർഷം 1948. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായ വർഷം 1948. ഈ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹോമി ജെ ഭാവയാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് ചോദിച്ചാൽ ഹോമി ജെ ഭാവ തന്നെയാണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാവ, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ് ആണ് ഹോമി ജെ ഭാവ. അറ്റോമിക് എനർജി കമ്മീഷൻ കം ഇൻ ടു ഫോഴ്സ് ഇൻ 1948. അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നത് 1948. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഹോമി ജെ ഭാവ തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ്, ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻ്റർ നമ്മൾ നേരത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്, ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ. നിലവിൽ വന്നത് 1957. ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്, ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹോമി ജെ ഭാവ. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായത് 1948. അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും ഹോമി ജെ ഭാവ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ എന്ന് പറയും. അത് സ്ഥാപിതമായത് 1957. അതിൻ്റെ സ്ഥാപക തലവൻ ആരെന്ന് ചോദിച്ചാലും ഈ പറയുന്ന ബാർക്ക് തന്നെയാണ്, ഈ പറയുന്ന ഹോമി ജെ ഭാവ തന്നെയാണ്. ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഹോമി ജെ ഭാവ. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായത് 1948. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും ഹോമി ജെ ഭാവ തന്നെയാണ്. അതുപോലെ
നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ഈ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ സ്ഥാപിതമായത് 57. അതിൻ്റെ സ്ഥാപക തലവൻ ആരെന്ന് ചോദിച്ചാലും നമ്മുടെ ഹോമി ജെ ഭാഭ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടറാണ് അപ്സര. ഇന്ത്യസ് ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ ഈസ് അപ്സര. ഈ അപ്സര ബോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറായിട്ടുള്ള അപ്സരയുടെ നിർമ്മാണത്തിലെ തലവൻ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ആരെന്ന് ചോദിച്ചാലും ഹോമി ജെ ഭാഭ തന്നെയാണ്. ഓക്കെ, മാറിപ്പോവല്ലേ. ഇപ്പം ന്യൂക്ലിയർ ഫിസിക്സ്, ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഫാദർ ഹോമി ജെ ഭാഭ. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായത് 48. അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനും ഹോമി ജെ ഭാഭ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് പറയും. സ്ഥാപിതമായത് 1957. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടറാണ് അപ്സര. അപ്സരയുടെ നിർമ്മാണത്തിലും ബാർക്കിൻ്റെ നിർമ്മാണത്തിലും പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ ഈ ഹോമി ജെ ഭാഭ തന്നെയാണ്. അടുത്ത ആളാണ് പഞ്ചാനം മഹേശ്വരി. പഞ്ചാനം മഹേശ്വരി പഞ്ചാനം മഹേശ്വരി ഏത് ഫീൽഡിലാണ് പ്രശസ്തനെന്ന് ചോദിച്ചാൽ ബൊട്ടാണിസ്റ്റാണ്, സസ്യശാസ്ത്രജ്ഞൻ, ബൊട്ടാണിസ്റ്റാണ് ഈ പറയുന്ന പഞ്ചാനം മഹേശ്വരി. അതുപോലെ തന്നെ ഇയാൾ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. കണ്ടുപിടുത്തം ഇതാണ്: ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പേംസ്. ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പേംസ് ആരുടെ സംഭാവന? പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്ന ഒരു ഹൈബ്രിഡ് ടെക്നിക്കാണ് ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പേം. ഈ ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പേം ആരുടെ സംഭാവന എന്ന് ചോദിച്ചാൽ പഞ്ചാനം മഹേശ്വരി എന്നെഴുതുക. ഇന്ത്യയിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫേമസ് ബൊട്ടാണിസ്റ്റാണ് പഞ്ചാനം മഹേശ്വരി. ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പേം എന്ന് പറയുന്ന ആ ടെക്നിക്ക് കണ്ടെത്തിയത് പഞ്ചാനം മഹേശ്വരിയാണ്. അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു ഫേമസ് മാഗസീനുണ്ട്, ഫൈറ്റോമോർഫോളജി എന്ന് പറയും. അപ്പോൾ ഫൈറ്റോമോർഫോളജി എന്ന് പറയുന്ന മാഗസീനിൽ വർക്ക് ചെയ്ത ബൊട്ടാണിസ്റ്റ് ആരെന്ന് ചോദിക്കാം. ഫൈറ്റോമോർഫോളജി എന്ന് പറയുന്ന മാഗസീനിൽ ഇയാൾ മരിക്കുന്നത് 1966. അതുവരെയും ഇയാൾ ഇതിൻ്റെ എഡിറ്ററായിരുന്നു. ഫൈറ്റോമോർഫോളജി എന്ന് പറയുന്ന ഫേമസ് ബുക്കിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ പഞ്ചാനം മഹേശ്വരിയാണ്. എന്നാൽ ഇയാളുടെ പ്രശസ്തമായ ബുക്ക് ചോദിച്ചാൽ ഇയാളുടെ ഫേമസ് ബുക്കാണ് ബൊട്ടാണിക്ക എന്ന് പറയും. ബൊട്ടാണിക്ക ആരുടെ ബുക്ക് എന്ന് ചോദിച്ചാൽ പഞ്ചാനം മഹേശ്വരി എന്നെഴുതുക. ഇന്ത്യയിലെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫേമസ് ബൊട്ടാണിസ്റ്റാണ് പഞ്ചാനം മഹേശ്വരി. ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പേം ആരുടെ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചാൽ പഞ്ചാനം മഹേശ്വരി എന്നെഴുതുക. ഫൈറ്റോമോർഫോളജി എന്ന മാഗസീനിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ച ബൊട്ടാണിസ്റ്റ് ആരെന്ന് ചോദിച്ചാലും പഞ്ചാനം മഹേശ്വരി തന്നെയാണ്. അതുപോലെ ഇയാളുടെ പ്രശസ്തമായ വർക്ക് ഏതെന്ന് ചോദിച്ചാൽ ബൊട്ടാണിക്ക എന്നെഴുതുക. ഫേമസ് ബൊട്ടാണിസ്റ്റാണ് പഞ്ചാനം മഹേശ്വരി. ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പേംസ് ആണ് ഇയാളുടെ ഫേമസ് ഏരിയ. ഫൈറ്റോമോർഫോളജി എന്ന മാഗസീൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത് ഇയാളാണ്. ഇയാളുടെ പ്രശസ്തമായ വർക്കാണ് ബൊട്ടാണിക്ക എന്ന് പറയും. അടുത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട CV രാമൻ. CV രാമനെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യ ഇന്ത്യക്കാരൻ, ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ഏഷ്യൻ എന്ന് വേണമെങ്കിലും പറയാം. ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യ ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യനാണ് CV രാമൻ. 1930 ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്നത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടിയത് എന്ന് ചോദിച്ചാൽ രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടിയത്. രാമൻ എഫക്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടിയത്. നമ്മുടെ ഫിസിക്സിൽ തന്നെ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യ ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യയിലാണ് CV രാമൻ. 1930 ഫിസിക്സിലെ രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. എന്താണ് രാമൻ എഫക്റ്റ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ലൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്
ഫോട്ടോൺ എന്ന് പറയുന്ന കണികകൾ കൊണ്ടെന്നാണ് രാമൻ എഫക്റ്റ് പറഞ്ഞത്. ലൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, പ്രകാശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫോട്ടോൺ എന്ന കണികകൾ കൊണ്ട് എന്നതാണ് രാമൻ എഫക്റ്റ്. ഈ കണ്ടുപിടുത്തത്തിനാണ് CV രാമന് 1930 ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യ ഏഷ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യനാണ് CV രാമൻ. നോബൽ സമ്മാനം കിട്ടിയത് 1930 രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിനാണ് CV രാമന് നോബൽ സമ്മാനം കിട്ടിയത്. ലൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഫോട്ടോൺ എന്ന് തെളിയിച്ചതാണ് CV രാമൻ. ഒരിക്കൽ കൂടെ, ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യ ഏഷ്യനാണ് CV രാമൻ. 1930 ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടുന്ന ഫിസിക്സിൽ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. ലൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഫോട്ടോൺ എന്ന് തെളിയിച്ചതിനാണ് ഇയാൾക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കേണ്ട ഇന്ത്യൻ പ്രോമിനന്റ് സയന്റിസ്റ്റ് ആണ് APJ അബ്ദുൽ കലാം. നമുക്കറിയാം APJ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. 11ാമത്തെ പ്രസിഡന്റ് ആയിരുന്നത് നമ്മുടെ ഈ APJ അബ്ദുൽ കലാം തന്നെയാണ്. ഓക്കെ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ നമ്മുടെ ISRO ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടുണ്ട്, DRDO ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടുണ്ട്. ഫേമസ് ഫിസിക്സിലാണ് ഫേമസ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. നമ്മുടെ 11th പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന APJ അബ്ദുൽ കലാം. ഇവിടെ നിർമ്മിച്ചൊരു വാഹനമാണ് SLV, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 ആര് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 എന്ന് പറയുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാം നിർമ്മിച്ച ബഹിരാകാശ വാഹനമാണ്. ഇതാണ് രോഹിണി എന്ന സാറ്റലൈറ്റിനെ ബഹിരാകാശത്തെത്തിച്ചത്. ഓക്കെ, മാറിപ്പോലെ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. അതുപോലെ നമ്മുടെ 11ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി കൂടിയാണ് APJ അബ്ദുൽ കലാം. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 നിർമ്മിച്ചത് APJ ആണ്. രോഹിണി എന്ന സാറ്റലൈറ്റിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനമാണ് SLV 3. ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ട്. ഡിഫൻസിൽ സംഭാവന ചെയ്ത കുറച്ച് മിഷൻസ് ആണ് പൃഥ്വി, തേജസ്, അഗ്നി, നാഗ് എന്നിവ. പൃഥ്വി, തേജസ്, അഗ്നി, നാഗ് എന്നീ മിസൈലുകളാണ്. ഇതൊക്കെ ഡിഫൻസിന് സംഭാവന നൽകിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറയുന്ന APJ അബ്ദുൽ കലാം തന്നെയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചതും APJ ആണ്. SLV 3യുടെ നിർമ്മാതാവ് ആരെന്ന് ചോദിച്ചാൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ നിർമ്മാതാവും APJ ആണ്. രോഹിണി എന്ന സാറ്റലൈറ്റിനെ ബഹിരാകാശത്തെത്തിച്ചതാണ് SLV 3. പൃഥ്വി, തേജസ്, അഗ്നി, നാഗ് എന്നീ മിസൈലുകൾ നമ്മുടെ ഡിഫൻസിന് സംഭാവന നൽകിയതും ഇയാൾ തന്നെയാണ്. സോ പ്രധാനപ്പെട്ട ഫേമസ് എമിനന്റ് പേഴ്സൺ ആണ്. 2 വർക്ക് കൂടെ പഠിച്ചു വെക്കുക. ഫയർ ഓഫ് വിങ്സ് ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഫയർ ഓഫ് വിങ്സും ഇഗ്നൈറ്റഡ് മൈൻഡ്സുമാണ് ഇയാളുടെ ഫേമസ് വർക്ക്സ്. ഫയർ ഓഫ് വിങ്സ് ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇതൊക്കെ ആരുടെ വർക്ക് എന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം എന്നെഴുതുക. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. 11ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഡിഫൻസിൽ സംഭാവന ചെയ്ത മിസൈലുകളാണ് പൃഥ്വി, തേജസ്, അഗ്നി, നാഗ്. SLV 3യുടെ നിർമ്മാതാവ് ഇയാളാണ്. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. രോഹിണിയെ നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിച്ചത് SLV 3 ആണ്. ഫയർ ഓഫ് വിങ്സ് അഗ്നിച്ചിറകുകൾ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇത് രണ്ടും നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മുടെ ഫേമസ് ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ. ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ ഏത് ഫീൽഡിലാണ് പ്രശസ്തൻ എന്ന് ചോദിച്ചാൽ ഇസ് എൻ ഇന്ത്യൻ ഫേമസ് മാത്തമാറ്റീഷ്യൻ ആണ്. ഗണിത ശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ. പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് നമ്പർ തിയറി. നമ്പർ തിയറി ആരുടെ സംഭാവന എന്ന് ചോദിച്ചാൽ ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ എന്നെഴുതുക.
ഇന്ത്യയിലെ ഫേമസ് മാത്തമെറ്റീഷ്യനാണ് ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ. നമ്പർ തിയറി എന്ന് പറയുന്നത് ആരുടെ സംഭാവന എന്ന് ചോദിച്ചാൽ ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ എന്നെഴുതുക. നമ്മുടെ ട്രിനിറ്റി കോളേജിലെ ഇന്ത്യയിൽ നിന്നിട്ടുള്ള ആദ്യ ഫെലോ അല്ലെങ്കിൽ ട്രിനിറ്റി കോളേജിലോട്ട് മെമ്പറായ ആദ്യത്തെ ട്രിനിറ്റി കോളേജിൽ മെമ്പറായ അല്ലെങ്കിൽ ഫെലോ ആയ ആദ്യത്തെ ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാലും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാലും നമ്മുടെ ശ്രീനിവാസ രാമാനുജൻ തന്നെയാണ്. അപ്പം മാത്തമെറ്റീഷ്യനാണ്. ഇയാൾ ഏത് സമയത്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ നിലനിൽക്കുന്ന സമയത്താണ് ഇയാൾ വർക്ക് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ഫേമസ് മാത്തമെറ്റീഷ്യനാണ് ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ. ഫേമസ് മാത്തമെറ്റീഷ്യൻ. നമ്പർ തിയറിയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. നമ്മുടെ ഓക്സ്ഫോർഡിലെ ട്രിനിറ്റി കോളേജിൽ ഫെലോ അല്ലെങ്കിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ശ്രീനിവാസ രാമാനുജൻ തന്നെയാണ്. മാത്തമെറ്റീഷ്യനാണ്. നമ്പർ തിയറിയുടെ ഫൗണ്ടറാണ്. ട്രിനിറ്റി കോളേജ് അല്ലെങ്കിൽ ട്രിനിറ്റി കോളേജിൽ ഫെലോ ആയിട്ടുള്ള പ്രായം കുറഞ്ഞ ഇന്ത്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യനാണ് ശ്രീനിവാസ രാമാനുജ അയ്യങ്കാർ. ഫീൽഡ് മറന്നു പോകരുത്, മാത്തമെറ്റീഷ്യൻ എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ അടുത്ത ആളാണ് ഹർഗോവിന്ദ് ഖുറാനെ. ഹർഗോവിന്ദ് ഖുറാനെ കുറിച്ച് നമുക്കറിയാം. ഫേമസ് ബയോളജിസ്റ്റ് ആണ്. ഇയാൾക്ക് മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് 1968 മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ ഹർഗോവിന്ദ് ഖുറാനെ എന്നെഴുതുക. ഫേമസ് ബയോളജിസ്റ്റ്. അയാൾക്ക് മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയത് 1968. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീൻ എന്നറിയപ്പെടും. കൃത്രിമ ജീനിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കൃത്രിമ ജീനിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഹർഗോവിന്ദ് ഖുറാനെ തന്നെയാണ്. ഫേമസ് ബയോളജിസ്റ്റ്. അയാൾക്ക് മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് 1968. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീന്, കൃത്രിമ ജീനിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും ഹർഗോവിന്ദ് ഖുറാനെ തന്നെയാണ്. ഫേമസ് ബയോളജിസ്റ്റ്. മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം 1968. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീന് എന്ന് ചോദിച്ചാൽ ഹർഗോവിന്ദ് ഖുറാനെ തന്നെയാണ്. ഫേമസ് ബയോളജിസ്റ്റ്. മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയത് 1968. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീൻ എന്ന് ചോദിച്ചാൽ ഹർഗോവിന്ദ് ഖുറാനെ. നമുക്കെല്ലാം അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ് വർഗീസ് കുര്യൻ. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വർഗീസ് കുര്യൻ. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. അതുപോലെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ, ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടും. വൈറ്റ് റെവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ തന്നെയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് അമൂൽ കോപ്പറേറ്റീവിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാലും വർഗീസ് കുര്യൻ തന്നെയാണ്. മാറിപ്പോലെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഡയറി ഐറ്റംസ് ആണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ, ധവള വിപ്ലവം, പാലിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് വൈറ്റ് റെവല്യൂഷൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും വർഗീസ് കുര്യൻ തന്നെയാണ്. അമൂൽ കോപ്പറേറ്റീവിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും വർഗീസ് കുര്യൻ തന്നെയാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. അമൂൽ കോപ്പറേറ്റീവ്സിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാലും വർഗീസ് കുര്യൻ തന്നെയാണ്. അപ്പോൾ ഹർഗോവിന്ദ് ഖുറാനെ ബയോളജിസ്റ്റ്, മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയത് 1968. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീൻ എന്ന് ചോദിച്ചാലും ഹർഗോവിന്ദ് ഖുറാനെ. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ വർഗീസ് കുര്യൻ. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ വർഗീസ് കുര്യൻ. അമൂൽ കോപ്പറേറ്റീവിൻ്റെ സ്ഥാപക നേതാവ് വർഗീസ് കുര്യൻ. അടുത്ത ആളാണ് വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യയുടെ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത്, ആസൂത്രണത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ വിശ്വേശ്വരയ്യ എന്നെഴുതുക. ഫാദർ ഓഫ് പ്ലാനിംഗ്. ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ.
നമ്മുടെ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 15 വിശ്വേശ്വരയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. പ്രധാനപ്പെട്ട ഈ 3 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി. അയാളുടെ ബർത്ത്ഡേ ആയിട്ടുള്ള സെപ്റ്റംബർ 15 നമ്മൾ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫാദർ ഓഫ് പ്ലാനിംഗ് വിശ്വേശ്വരയ്യ. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ ആണ് പ്രശസ്തമായ വർക്ക്. സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അടുത്ത ഫേമസ് സയൻറ്റിസ്റ്റ് ആണ് ECG സുദർശൻ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങൾക്ക് പറയുന്ന പേര് ടാക്യോണുകൾ എന്നാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ടാക്യോണുകൾ. ഈ ടാക്യോണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരനാണ് ECG സുദർശൻ. ഫാദർ ഓഫ് ടാക്യോൺസ് എന്ന് ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ് ടാക്യോൺസ് എന്നറിയപ്പെടുന്നത് ECG സുദർശനാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങൾക്ക് പറയുന്ന പേര് ടാക്യോണുകൾ എന്നാണ്. ടാക്യോണുകൾ കണ്ടുപിടിച്ച ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ് ECG സുദർശൻ. ഇയാൾ വേറൊരു പ്രതിഭാസം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സീനോ എഫക്റ്റ് എന്ന് പറയും. പ്രകാശത്തിന് തന്നെ സീനോ എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ആരുടെ സംഭാവന എന്ന് ചോദിച്ചാൽ നമ്മുടെ ECG സുദർശൻ തന്നെയാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങൾക്ക് പറയുന്ന പേര് ടാക്യോണുകൾ എന്നാണ്. ടാക്യോണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ECG സുദർശനാണ്. ഫോട്ടോണുമായി ബന്ധപ്പെട്ട സീനോ എഫക്റ്റ് എന്ന പ്രതിഭാസം ആരുടെ സംഭാവന എന്ന് ചോദിച്ചാലും ECG സുദർശൻ്റെ സംഭാവന തന്നെയാണ്.